ശരിക്കും നമുക്ക് വെട്ടൻ സിനിമയിലൊക്കെ ഉള്ള ആ ഒരു ആക്ടിങ് ഒക്കെ അല്ലേ, തഗ്സ് ഒക്കെ പറയുന്നതിൽ ആള് വലിയൊരു പുള്ളിയാണ്. അപ്പം ഇപ്പൊ ശരിക്കും അവരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഞാൻ കൂടുതലും ചെയ്യുന്നത് പഴയ താരങ്ങളെ ചെയ്യുന്നത്, ഇപ്പോഴത്തെ താരങ്ങളെക്കാളും കൂടുതൽ പഴയ താരങ്ങൾ. ഇപ്പൊ ജനാർദ്ദൻ ചേട്ടന്റെ വോയിസ് കേട്ടാലേ, ജനാർദ്ദൻ ചേട്ടന്റെ വോയിസ് കണ്ടല്ലേ, അതിനകത്ത് പുള്ളിക്ക് ഒരു കുപ്പി കൊണ്ട് കൊടുക്കുന്നുണ്ടല്ലോ, ആ കുപ്പി ഇങ്ങനെ പിടിച്ചിട്ട് പുള്ളി പറഞ്ഞത് മുകേഷ് ചേട്ടൻ ഇങ്ങോട്ട് കുപ്പി നടിയെ കിട്ടാൻ വേണ്ടി അപ്പൊ ഇങ്ങനെ ചേർത്ത് വിളിച്ചിട്ട് പുള്ളി ഇനി ഞാൻ എന്ത് വേണമെങ്കിലും വിളിക്കാം, അപ്പൊ പൊന്നപ്പനല്ല തങ്കപ്പൻ. സത്യാവേ ആരാ വന്നിരിക്കണ്ടോ, പൊന്നപ്പൻ അല്ല തങ്കപ്പൻ. ഊർവശി തിയേറ്റേഴ്സ് കേട്ടോ, അതിലെ പ്രധാനപ്പെട്ട നടിയല്ലേ. അപ്പൊ തങ്കപ്പൻ ഇത് ബാലകൃഷ്ണൻ. അപ്പൊ അങ്ങനെ ഒരു സൗണ്ട് ചെയ്യാറുണ്ട്. അത് പിന്നെ അനിയമ്പാവ ചേട്ടൻ മുതൽ പുള്ളി ലാസ്റ്റ് സീനിൽ ഒരു പിസിലടി കിടക്കുമ്പോ പ്രേമമാറായന്റെ കൂടി അടി കൊടുക്കില്ലേ, അന്നേരം ഇന്ദ്രൻസിന്റെ അടുത്ത് പായസത്തിലേക്ക് സീനിലായിട്ട് കിടക്കണം. വോയിസ് ഇങ്ങനെയാണ്, അതെ അനിയമ്പാവി ചേട്ടപ്പാവി തണുത്ത് വരുമ്പോ ഒരു പിസിലടി തുടങ്ങിയാ പിന്നെ അടിയായിരിക്കണം കേട്ടോടാ കൊടക്കപ്പേ. അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ജഗതിച്ചേട്ടൻ ഇന്നസെന്റ് ആണ്, ഇന്നസെന്റ് ചേട്ടൻ നമ്മൾ വിട്ടുപോയി. അപ്പൊ ഞങ്ങളുടെ നാട്ടുകാരാണ് അമീക, സാക്ഷി, അസ്ക. പിന്നെ നമ്മുടെ ദിലീപേട്ടനാണ് ഇന്നസെന്റ് ചേട്ടനെ ആദ്യമായിട്ട് അനുകരിച്ച് മറ്റേ മാവേലി എന്നൊരു സംഭവം അറിയാലോ. പിന്നെ ഈ അവസ്ഥയിൽ ഓർക്കണം മറ്റേ MS തൃപ്പൂണിത്തുറ സാറില്ലേ, അതായത് ജയസൂര്യ ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും, എന്റെ നല്ല ഫ്രണ്ടാണ് ജയേട്ടൻ. അപ്പൊ ഏത് പാതിരാത്രി വിളിച്ചാലും പുള്ളി എടുക്കുന്ന ഒരു സൗണ്ട്, എടോ പാലക്കുട്ടി താനിവിടെ കാണ്, അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ താനവിടെ നമ്പരാനാ. അല്ല പിന്നെ ഏതൊരാൾ പറഞ്ഞ് പാട്ട് പാടാം, ഞാനും പാടി മുക്കാവൂലായില്ല. കാരണം എന്താ പറയാൻ കാരണം, ഇപ്പോഴും ചിലവര് തൃപ്പൂണിത്തുറ സാറിന്റെ വീട്ടിലാവുന്നവര് എടുപ്പിക്കും എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാൻ വേണ്ടി. അപ്പൊ നമ്മുടെ ദേമാവലി കൊമ്പത്തില് ആ ഒരു രംഗം നമ്മുടെ പഴയ ഓർമ്മയിലേക്ക് ഒന്ന് പോകാം. കേട്ടല്ലേ കാസറ്റൊക്കെ നമ്മുടെ ഓഡിയോ കാസറ്റ്, അതിൽ ഇന്നസെന്റ് ചേട്ടൻ മാവേലി ഗ്രൂപ്പായിട്ട് നമ്മുടെ ജയിച്ചത് എന്റെ ഞാൻ വന്നു മാവേലി തമ്മിൽ ഗ്രൂപ്പ് തിരുവരി ചാരവിടെ ചാരി ലേഡീസിന്റെ കിടന്നെങ്കില് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഫോട്ടോ എടുക്കുക. അതെനിക്ക് ഇഷ്ടായി. പിന്നെ ചില ആൾക്കാർ പറഞ്ഞു പാലായി പോണതോ പള്ളി പോണതോ, അത് വേറെ ഒന്നുമല്ല, പാലാ പള്ളി എന്നുള്ള പാട്ടല്ലേ ഡൂപ്പ് തിരുവേരി. നന്നായിട്ടുണ്ട്. അല്ല ജഗതി ചേട്ടനൊക്കെ പണ്ടത്തെ അഭിനയം ഭയങ്കരമായിട്ട് ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാലഘട്ടം ഒരു ബെസ്റ്റ് കോംബോ ആണ് ഇവരെല്ലാം. ഇനി അങ്ങനെ ഒരു ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഉണ്ടാവില്ല. നമ്മള് ഇഷ്ടപ്പെടുന്നു, പക്ഷെ ഇനി ഒരു മൂവിയിലേക്ക് തിരിച്ചു വരും നമുക്കറിയില്ല. വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇനി എന്തായാലും ഒരു കോമഡി മൂവിയിലേക്ക് കൊമേഡിയൻ ആയിട്ടൊക്കെ ഇനി ആരും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ചെയ്യുന്നുണ്ട്. അതാണ് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്റെ നാട്ടുകാരനാണ് സുരാജ് ഏട്ടൻ, സുരാജ് വൈകുന്നേരമൂട്. അപ്പം അദ്ദേഹത്തിന്റെ വീഡിയോ മൂവീസിലൊക്കെ ആണെങ്കിൽ പോലും പണ്ടത്തെ മൂവി ഇപ്പോഴും കൂടെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പരിചയപ്പെടുന്നതും ആ ഒരു ബന്ധം കഴിഞ്ഞ ദിവസം വീണ്ടും ഞാൻ പ്രൊഡക്ഷൻ ബോയ് ആണ് സിനിമയിലെ. പ്രൊഡക്ഷൻ ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കുക, അറിയാലോ, സെറ്റിൽ നിന്ന് ഇങ്ങനെ ഫുഡ് കൊടുക്കുക, വെള്ളം കൊടുക്കുക, അങ്ങനത്തെ പ്രൊഡക്ഷൻ ബോയ് ആയിട്ട് പ്രവർത്തിച്ചു പോയി. രസികൻ എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ കലൂർ മണപ്പാട്ടി പറമ്പിലായിരുന്നു ഷൂട്ട്. അപ്പൊ അവിടെ ചിത്രീകരിച്ചത് മമ്മൂക്കാക്കും ലാലേട്ടനും വേണ്ടി ഒരു പാട്ടില് ഒരു സോങ് ഉണ്ടല്ലോ, അതിനകത്ത് ദിലീപേട്ടൻ ലാലേട്ടന്റെ മമ്മൂക്കയുടെ ആളായിട്ട് സുരാജേട്ടനും അഭിക്കായും ആ രംഗാണ്. അപ്പൊ അതിന്റെ ഒരു ഗ്യാപ്പില് പുള്ളിയുടെ ഞാൻ മിമിക്രി ആണെങ്കിൽ പുള്ളി എനിക്ക് മിമിക്രി ആയിരുന്നു. നല്ലൊരു ബന്ധമായിരുന്നു. ആ ബന്ധം ഞാൻ നീണ്ടുവിട്ട് വർണ്ണത്തിലാശങ്ക എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാവും, തൃശ്ശൂരാണ് ഷൂട്ട്. അപ്പൊ ഞാൻ ആ പഴയ കാര്യം പറഞ്ഞപ്പോ പുള്ളി പെട്ടെന്ന് കെട്ടിപ്പിടിച്ച്, അതായത് ആ ഓർമ്മ, പഴയ ഓർമ്മകളുണ്ടല്ലോ, ആ പ്രൊഡക്ഷൻ പോയി ആയ സമയത്ത് പുള്ളി ഒന്നും ജസ്റ്റ് ഒന്നുമല്ല. അത് കഴിഞ്ഞിട്ട് ക്ലാസ്മേറ്റ് മായാവി എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോഴാണ് പുള്ളി കയറിപ്പോയി. ഇപ്പോഴും ഞാൻ വീണ്ടും വൈദ്യുതി വെച്ച് കണ്ടപ്പോ എന്നെ കണ്ടപ്പോ പുള്ളി അടുത്ത് പിടിച്ചിരുത്തി സംസാരിച്ചു. ജാടയില്ലാത്തൊരു കലാകാരൻ, അദ്ദേഹത്തിന്റെ ദശമൂലനാമം ഒരിക്കലും മറക്കാൻ തീർച്ചയായിട്ടും ജാടയില്ലാത്തൊരു കലാകാരൻ എന്ന് പറയുന്നത് നല്ലൊരു മനുഷ്യനാണ്. എന്തായാലും അങ്ങനെ കാണാൻ പറ്റിയെന്ന് പറയാം. അപ്പൊ നമ്മുടെ ജഗദീഷന്റെ ഒരു വോയിസ് ചെയ്യാം. കോമഡി സ്റ്റാറിൽ 2 വർഷം ഞാൻ പ്രവർത്തിച്ചു, അപ്പൊ സപ്പോർട്ട് ആയിരുന്നു അദ്ദേഹം. അപ്പൊ ജഗദീഷന്റെ നോബിയും നെൽസനെ ചെയ്ത സ്കിറ്റ് കണ്ടപ്പോ എല്ലാവരും കൈയടിച്ചു. പക്ഷെ ഇവിടെ ഇരിക്കുന്ന കൈയടി കൊടുക്കേണ്ടത് ഓഡിയൻസിനാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോ ഓഡിയൻസിന് വേണം കൈയടി. എന്തായാലും കോമഡി സ്റ്റാർസ് എന്ന പ്രോഗ്രാം എല്ലാവരും കാണുക. എന്നെ കണ്ണ് കണ്ടിട്ടാണെങ്കിൽ എന്റെ വേപ്പാന്റെ കണ്ണും ഈ ഉണ്ടക്കണ്ണ, ഞാൻ മാരുടെ കൂട്ടുകാരൻ മായൻകുട്ടിയ കക്കും കാട്ടുകിളി കക്കും.
കുട്ടി അനില അല്ല മഞ്ജു. പിന്നെ ചുമ്മാ ചെയ്തു നോക്കാറുണ്ട്. അപ്പൊ ചില സമയത്തേക്ക് ജ്യോതിനൊക്കെ നമ്മൾ പറയല്ലേ, അപ്പൊ സൗണ്ട് ഏതൊന്ന് നിങ്ങൾ ഊഹിച്ചെടുത്തോ, മെസ്സേജ് ജ്യോതി നിങ്ങളുടെ സൗണ്ട് കാണുമ്പോൾ എന്റെ കണ്ണുകൾ നടന്നു എന്താണെന്ന് അറിയില്ല. ഈ ആങ്കർ കുട്ടി ആർക്ക് ട്രോൾ ചെയ്തല്ലോ. ശരിക്കും ട്രോള് കിട്ടാറുണ്ട്. അതെ അതെ. ഇപ്പൊ അഭിലാഷ് എന്റെ കൂടെ ഒരു വീഡിയോ ഇറങ്ങി കഴിയുമ്പോ ഏറ്റവും കൂടുതൽ എന്നോട് എല്ലാരും കമന്റ് ചെയ്യുന്നതാണ്, നനയും കുളിയുള്ളവന്റെ കൂടെ ചെയ്താൽ പോലെ. അങ്ങനല്ല, സുന്ദരനായ ചെറുപ്പക്കാരനാണ്. അവനോട് മുടിയും വെട്ടി ഒന്ന് മനുഷ്യക്കോലത്തിലാകാൻ പറഞ്ഞ അതൊക്കെ ഒരു ഞാൻ അംഗീകാരമായിട്ട് തമിഴിലെ ഈ ഒരു വില്ലൻ വേഷം ചെയ്താറുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, വിനായകൻ ചേട്ടൻ ചെയ്തൊരു ക്യാരക്ടർ തഗ് എന്ന മൂവിയിൽ ഞാൻ ചെയ്തു. തഗ് എന്ന് പറഞ്ഞ തമിഴ് മൂവിയില് വിനായകൻ ചേട്ടൻ ചെയ്തൊരു കഥാപാത്രം എനിക്ക് ചെയ്യാൻ ഒരു ഭാഗ്യം ഉണ്ടായി. അത് നേരെന്ന് പറഞ്ഞ മലയാളം പടം കണ്ടില്ലേ, അതിൽ വില്ലനായിട്ട് വന്ന ഒരാളില്ലേ, നേരില് പലിശക്കാരാണ്, മരിച്ചു വന്ന ക്യാരക്ടർ, അദ്ദേഹത്തിന് വലങ്കയായിട്ട് ക്യാരക്ടർ ചെയ്തു. അപ്പൊ അന്ന് ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഷെയർ ചെയ്ത് അത് കട്ട് ചെയ്തിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പലരും പറഞ്ഞു, അതുകൊണ്ടാണ് എനിക്ക് പുതിയ സിനിമ ഇപ്പൊ അതിൽ കാസ്റ്റ് അയക്കണം, ആ ലുക്കിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നമുക്ക് ഈ ലുക്ക് കളഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. താടി മുടിയൊക്കെ ഞാൻ വെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഓക്കെ നമുക്ക് ഒരു വില്ലൻ ക്യാരക്ടർ നെഗറ്റീവ്. ഞാനിപ്പോ ചെയ്യണ ഈ അടുത്തൊരു മാറെന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം, പിന്നെ അജീഷ് കോട്ടെ മഞ്ജുഷം മുന്നറിയിപ്പ്, അങ്ങനെ ഷോർട്ട് ഫിലിംസിലൊക്കെ നെഗറ്റീവാണ്. ഇപ്പൊ പീഡിപ്പിക്കുന്ന കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ പീഡിപ്പിക്കുന്ന സംഭവമില്ല, അങ്ങനെ കഞ്ചാവ് അങ്ങനെ സംഭവങ്ങളൊക്കെ അത് കൂടുതൽ ക്യാരക്ടേഴ്സ് ഇവന്റെ കൂട്ടുകാർ ചെയ്ത വർക്കിലേക്കൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്, കഥാപാത്രം എഴുതിയിട്ടാണ് വിളിച്ചത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഈ ഒരു ലുക്കിലാണ്, ബേസിലാണ് കിട്ടുന്നത്. ട്രോളൊക്കെ ആസ്വദിക്കാറുണ്ടോ? പിന്നെ അതൊന്നും കുഴപ്പമില്ല. ശരിക്കും ട്രോളന്മാരോട് നന്ദി പറയണം അല്ലേ, അവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതെ, ട്രോളന്മാരോട് നന്ദിയുണ്ട്, അവരാണ് ശരിക്കും നിങ്ങളെയൊക്കെ ശരിക്കും അവരാണ് നമ്മളെ 10 പേര് അറിയിക്കുന്നത്. അങ്ങനെ 10 പേര് അറിഞ്ഞല്ലോ ഒരാളും കൂടി ആണെങ്കിൽ ശരിക്കും അങ്ങനെ ആവട്ടെ, അങ്ങനെയാവും. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. ഇപ്പൊ സിനിമയാണെങ്കിലും ഈ ഒരാള് നമ്മുടെ കാർത്തികൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കാനാണ്. ഏറ്റവും അവസാനം അതിലേക്ക് വരാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഈ ഷോർട്ട് ഫിലിംസിലേക്ക് ഇറങ്ങുന്നത്. എല്ലാവരും വലിയ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണ് ഷോർട്ട് ഫിലിംസ്. നമ്മൾ എന്തോരം ഒരുപാട് നമ്മൾ ഈ സത്യം പറഞ്ഞ ഓരോരുത്തർ വിളിക്കുമ്പോൾ അവര് ജാടയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം വരും. ഇന്ന ദിവസം വിളിക്കുന്ന വരുമ്പോ നമ്മൾ വിളിക്കും, ആ വിളിക്കുമ്പോൾ അവര് ഫോൺ എടുക്കത്തില്ല, വേറെ നമ്പറിൽ നിന്ന് വിളിക്കുമ്പോൾ ആരാന്ന് ചോദിക്കും, പെട്ടെന്ന് ഇന്ന ആളാന്ന് പറയുമ്പോൾ കട്ട് ചെയ്തിട്ട് പോകും, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അവസരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് വിളിക്കാറുണ്ട്.